അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ദൈവത്തിൻ്റെ ദർശനവും ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സദൃശ്യവാക്യത്തിൽ 29 അധ്യായത്തിൻ്റെ 18 വചനഭാഗം ദർശനമില്ലാത്തിടത്ത് ജനം വഴിവിട്ടു പോകാൻ സാധ്യത ഉണ്ട് എന്ന ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദർശനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ വന്ന് മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തിയാണ്. ദൈവം മനുഷ്യനിൽ തൻ്റെ ദൈവിക ആലോചനകളെ പകർന്നു തരുന്നതും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമാണ് ദർശനം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കും. ശമൂവേലിനോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവസ്വരം കേൾക്കാൻ പുരോഹിതനായ ഏലിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കേണ്ടി വന്നു. അടിയനിതാ, അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ദൈവസ്വരത്തിന്റെ മുമ്പിൽ കാതോർത്തപ്പോഴാണ് ദൈവത്തിന്റെ ആലോചന ശമൂവേലിന് കേൾക്കാൻ ഇടവന്നതെങ്കിൽ, നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിലൂടെയും പത്രോസിലൂടെയും ദൈവം സംസാരിച്ച ദൈവിക അരുളിപ്പാട് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം തൻ്റെ ആലോചനകൾ തൻ്റെ ഭക്തന്മാരിലൂടെ, തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം അറിയിക്കാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം ദൈവം മറ്റുള്ളവരെ അറിയിക്കും. അത് ദൈവമക്കളിലൂടെയാണ് ദൈവം അറിയിക്കുന്നത്. അതുകൊണ്ടല്ലേ കൊർന്നേലിയോസിന്റെ അടുക്കലേക്ക് പത്രോസിനെ ദൈവം വിളിച്ച് ദൈവിക ദർശനം കൊടുത്ത് പറഞ്ഞയക്കാൻ ഇടവന്നത്. കൊർന്നേലിയോസിന് ദർശനം കൊടുത്ത അതേ കർത്താവ് തന്നെ പത്രോസിന് ദർശനം കൊടുത്ത് കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് അയക്കുന്നെങ്കിൽ, ദർശനമുള്ളിടത്ത് ജനം അനുഗ്രഹിക്കപ്പെടും. വാതിലുകൾ തുറന്ന് ദൈവം തരുന്നത് കാണാൻ കഴിയും. നിനക്ക് കിട്ടുന്ന ദൈവിക ആലോചനകൾ നീ എഴുതി വെക്കണം. നിനക്ക് കിട്ടുന്ന ദൈവിക സ്വപ്നങ്ങൾ നീ എഴുതി വെക്കണം. നിനക്ക് കിട്ടുന്ന ദൈവിക വെളിപ്പാടുകൾ നീ എഴുതി വെക്കണം. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവം ഇന്നത്തേനെ കുറിച്ച് സംസാരിക്കും. ദൈവം നാളത്തെക്കുറിച്ച് സംസാരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കുറിച്ച് സംസാരിക്കും. ദൈവം നമ്മുടെ ദൈവിക വഴികളെക്കുറിച്ച് നമ്മളോട് ദൈവം സംസാരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ ചെയ്യപ്പെടേണ്ടതിന് ദൈവം നമ്മളോട് സംസാരിക്കും. വേദനിക്കുന്നതിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലേണ്ടതിന് നമ്മളോട് സംസാരിക്കും. ദൈവം തൻ്റെ അരുളിപ്പാട് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ദൈവത്തെ അനുഭവിക്കാനും ദൈവഹിതം വെളിപ്പെടുവാനും വേണ്ടിയാണ്. ഒരിക്കൽ ദൈവം പൗലോസിനെ വിളിച്ച് ദൈവിക വേലയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ ദൈവം പറഞ്ഞ വഴിയിലൂടെ പൗലോസ് കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കിയത്. ദൈവത്തിന്റെ പ്രവൃത്തി ആരുടെ അടുക്കലേക്കാണോ പോകേണ്ടത് അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ ദൈവം ഇടയാക്കി. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ പൗലോസ് ദമാസ്കസിലേക്കുള്ള യാത്ര മധ്യേ കുതിരപ്പുറത്തു നിന്ന് താഴെ വീണ ശേഷം അവന്റെ അടുക്കിലേക്ക് ദർശനപ്രകാരം അനനിയാസിനെ ദൈവം വിടുകയാണ്. മെക്കാദോനിക്കാരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പൗലോസിനെ ദൈവം അയക്കുക.
ഫിലിപ്പി തടവറയുടെ അകത്ത് ദൈവമാണ് പൗലോസിനെ കയറ്റുന്നത്. ഫിലിപ്പിയിലെ തടവറയിലുള്ളവരുടെ ചങ്ങലകൾ അടിക്കാൻ ദൈവം പൗലോസിനെ ഉപയോഗിക്കുന്നു. പൗലോസ് മുഖാന്തരം ആ തടവറ പൊളിച്ച് തടവറ കാവൽക്കാരും തടവറയുടെ ഉദ്യോഗസ്ഥരെയും മാനസാന്തരപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുക. പ്രവചനം അഗാബാസ് എന്ന പ്രവാചകനിലൂടെ ദൈവം പ്രവാചക ദൗത്യം, പ്രവാചക ശബ്ദം വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വലിയ ക്ഷാമം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പ്രവചനം, പൗലോസിന്റെ ജീവിതത്തിൽ വലിയ പീഡനം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പ്രവചനം, പൗലോസ് യെരുശലേമിലുള്ള യാത്രയെ വലിയ പീഡനത്തിലേക്ക് പോകുമെന്നുള്ള പ്രവചനം, ഇതൊക്കെ ഈ പ്രവചനങ്ങളും ദൈവിക ദർശനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദർശനങ്ങൾ എഴുതി വയ്ക്കണം. ഹൗക്കുക്ക് 2-ാം അധ്യായം 2-ാം വചനം പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന ദൈവിക ആലോചനകൾ നമ്മൾ എങ്ങനെയാണ് ദർശനം കിട്ടുന്നത്? പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെ ധ്യാനത്തിലും ദൈവത്തോട് കൂടെ നമ്മൾ ഇരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്. വെറുതെ നമ്മളോട് ദൈവം സംസാരിക്കുകയില്ല, ദൈവം നമ്മളോടൊന്നും പറഞ്ഞു തരികയില്ല. ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ദാസരോട് പറയാതെ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല. ദർശനമുള്ളവർ ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ദർശനമുള്ളവരിലൂടെയുള്ള ദൈവശബ്ദം സ്വർഗം മഹത്വപ്പെടുന്ന വിധത്തിലേക്ക് ദൈവമക്കളെ ദൈവം വേർതിരിച്ചു വിടും. ദൈവം നമ്മളെ വെട്ടിയൊരുക്കും. നമ്മളും പ്രാർത്ഥിച്ചൊരുങ്ങണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ ദൈവിക വിളിയും ദർശനവും പ്രാപിക്കാൻ തക്കവണ്ണം നീ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.